ഇന്ന് നമ്മൾ പുതിയ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. യൂണിറ്റിന്റെ പേര് ജിംഗ്ലിംഗ് കോയിൻസ്. ജിംഗ്ലിംഗ് കോയിൻസ് എന്ന് പറഞ്ഞാൽ നാണയ കിലുക്ക് കേട്ടോ. ഇവിടെ നോക്കൂ, കോയിൻ എക്സിബിഷൻ, നാണയ പ്രദർശനമാണ്. അനു ആൻഡ് ജിത്തു വെന്റ് ടു സീ വില്ലേജ് ഫെസ്റ്റ്. ദേ റീച്ച് ദ കോയിൻ എക്സിബിഷൻ റൂം. വില്ലേജ് ഫെസ്റ്റ് കാണാനായിട്ട് അനുവും ജിത്തും കൂടിയും പോയി. അവരൊരു കോയിൻ എക്സിബിഷൻ റൂമിൽ എത്തി. അവിടെ കണ്ട കുട്ടികൾ കോയിൻസ് എക്സിബിഷൻ റൂമിൽ എത്തിയിട്ട് നോക്കുകയാണ്. കോയിൻസ് എല്ലാം കണ്ടില്ലേ? ഇവിടെ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് സർക്കിൾ ദോസ് യു ഹാവ് സീൻ. നിങ്ങൾ കണ്ട കോയിൻസ് ഒക്കെ സർക്കിൾ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ പണ്ട് ഉണ്ടായിരുന്ന കോയിൻസും അതുപോലെ തന്നെ ഇപ്പോഴത്തെ കോയിൻസും കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിങ്ങൾ കണ്ട കോയിൻസ് സർക്കിൾ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. മുകളിലെ കോയിൻസ് എന്ന് പറഞ്ഞാൽ പൈസകളാണ് കേട്ടോ. 5 പൈസ, 10 പൈസ, 20, 25 പൈസ, 50 പൈസ. ചുവട്ടിലെല്ലാം റുപ്പി കോയിൻസ് ആണ്. 1 റുപ്പി കോയിൻ, 2 റുപ്പി കോയിൻ, 5 റുപ്പി കോയിൻ, 10 റുപ്പി കോയിൻ, 20 റുപ്പി കോയിൻ. ഇതിൽ നിങ്ങൾ കണ്ട കോയിൻസ് എന്ന് പറഞ്ഞാൽ 1 റുപ്പി കോയിനും 2 റുപ്പി കോയിനും 5 റുപ്പി കോയിനും 10 റുപ്പി കോയിനും ആയിരിക്കും. പൈസകളൊന്നും നമ്മൾ അധികം കണ്ടിട്ടുണ്ടാവില്ല. ഇത് പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന കോയിൻസ് ആണ്. അപ്പോൾ 1 റുപ്പി കോയിനും 2 റുപ്പി കോയിനും 5 റുപ്പി കോയിനും 10 റുപ്പി കോയിനും ആണ്. അതിനൊക്കെ സർക്കിൾ ചെയ്യുക കേട്ടോ. ഇനി എന്താ അവിടെ ചോദിച്ചിരിക്കുന്നത്? ആർ ദ 50 റുപ്പി നോട്ട് ആൻഡ് 100 റുപ്പി നോട്ട് ഓഫ് ദ സെയിം സൈസ്? പുട്ട് വൺ ഓവർ ദ അതർ ആൻഡ് ചെക്ക്. ഡു ദീസ് വിത്ത് അതർ നോട്ട്സ് ആൾസോ. അതായത് 50 റുപ്പീൻ്റെ നോട്ടും 100 റുപ്പീൻ്റെ നോട്ടും ഒരേ വലിപ്പമാണോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. അതിനെന്ത് ചെയ്യുക? നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ 100 റുപ്പിയും 50 റുപ്പിയും ഒരേ സൈസാണോ? അല്ലല്ലോ. 100 റുപ്പിയുടെ നോട്ട് വലുതാണല്ലേ 50 റുപ്പി നോട്ടിനെക്കാട്ടിലും. അതുപോലെ ബാക്കി എല്ലാ നോട്ട്സും ഇതുപോലെ ചെയ്ത് നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ദേ റീച്ച് ദ ഐസ്ക്രീം ബൂത്ത്. അവര് ഐസ്ക്രീം ബൂത്തിൽ എത്തിയില്ലേ. ബോത്ത് ബോട്ട് ഐസ്ക്രീം. രണ്ടുപേരും ഐസ്ക്രീം വാങ്ങി. പ്രൈസ് ഓഫ് 1 ഈസ് 15 റുപ്പീസ്. ഒരു ഐസ്ക്രീമിന്റെ പ്രൈസ് എത്രയാണ്? വില എത്രയാണ്? 15 റുപ്പീസ് ആണ്. അനു ഗേവ് 3 നോട്ട്സ്. അനു എന്ത് ചെയ്തു? 3 നോട്ട്സ് കൊടുത്തു കേട്ടോ. അപ്പൊ നോക്കൂ ഏതൊക്കെ നോട്ട്സാ കൊടുത്തിരിക്കുന്ന ചോട്ടിൽ കാണിച്ചിട്ടുണ്ട്. 5 റുപ്പി നോട്ട്സ് ആണ് അല്ലേ. 5 റുപ്പിയുടെ 3 നോട്ട്സ് കൊടുത്തു. ഹൗ മച്ച് ഡിഡ് അനു ഗിവ്? അനു എത്ര എണ്ണം കൊടുത്തു എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എത്ര എണ്ണാണ്? 5 എത്രയാ? 10 അല്ലേ. 10 + 5 എത്രയാ? 15 ആണ് അല്ലേ. 15 റുപ്പീസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ 15 എന്ന് ബോക്സിൽ എഴുതുക കേട്ടോ. ജിത്തു ഗേവ് 2 നോട്ട്സ് വിച്ച് ഓൾ നോട്ട്സ് മേക്ക് 15 റുപ്പീസ്. അതായത് ജിത്തു 2 നോട്ട്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഏതൊക്കെ നോട്ട്സുകൾ ചേർന്നാലാണ് 15 റുപ്പീസ് ആവുക എന്നാ ചോദിച്ചിരിക്കുന്നത്. അതായത് 2 നോട്ട്സ് ആണ് കൊടുത്തത്. ഐസ്ക്രീമിന്റെ വില എത്രയാണെന്ന് പറഞ്ഞത് 15 റുപ്പീസ് ആണ് അല്ലേ. അപ്പൊ ഏതൊക്കെ നോട്ട്സ് ആയിരിക്കും ജിത്തു കൊടുത്തിട്ടുണ്ടാവുക? ഒരു 10 റുപ്പി നോട്ട് കൊടുക്കാം, പിന്നെ ഒരു 5 റുപ്പി നോട്ട് കൊടുത്താലല്ലേ 15 റുപ്പീസ് ആവുക. 5 റുപ്പിയുടെ 2 നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 10 റുപ്പീസേ ആവുള്ളൂ. 10ന്റെ ഒരു നോട്ടും 5ന്റെ ഒരു നോട്ടും കൂടി ചേർന്നാൽ എത്രയായി? 15 റുപ്പീസ് ആയി അല്ലേ. അങ്ങനെ ബോക്സിൽ എഴുതുക കേട്ടോ. 10, 5. അടുത്ത പിക്ചർ നോക്കൂ. ഇപ്പം അനുവും ജിത്തു എവിടെയാ? ജെയിൻ വീലിൽ കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ് അല്ലേ. അവിടെ കൗണ്ടറിൽ എത്രയാണ് ടിക്കറ്റിന് എന്ന് കാണിച്ചിട്ടുണ്ട്. ടിക്കറ്റിന് എത്രയാണ്? 20 റുപ്പീസ് എന്ന് കാണിച്ചിട്ടുണ്ട്. ജിത്തു ചോദിക്കുകയാണ് ഹൗ എബൌട്ട് എ റൈഡ് ഇൻ ദ ജെയിൻ വീൽ? നമുക്ക് ജെയിൻ വീലിൽ കയറിയാലോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. അനു പറയാണ് ഐ ആം എ ബിറ്റ് അഫ്രൈഡ് ബട്ട് ഐ വിൽ കം. എനിക്ക് ഇച്ചിരി പേടിയുണ്ട് എന്നാലും ഞാൻ വരാം എന്ന് പറയുകയാണ് അല്ലേ. ദീസ് ആർ ദ നോട്ട്സ് അനു ഹാസ് ഇൻ ഹെർ പേഴ്സ്. ഈ നോട്ട്സ് ഒക്കെയാണ് അനുവിന്റെ പേഴ്സിലുള്ളത്. ഏതൊക്കെയാണ്? 10 റുപ്പി നോട്ട്, 5 റുപ്പി നോട്ടും 2 റുപ്പി നോട്ടും. അപ്പൊ ടോട്ടൽ എത്രയാ അനുവിന്റെ കയ്യിലുള്ളത്? 10 + 5 എത്രയാ? 15. 15 + 2 17 ആണ് അല്ലേ. ഈസ് ദീസ് ഇനഫ് ടു ബൈ 1 ടിക്കറ്റ് ഫോർ ദ റൈഡ്? അതായത് ജെയിൻ വീലിൽ കയറാനായിട്ട് ഒരു ടിക്കറ്റിന് ഇത്ര കാശ് മതിയോ എന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലേ. മതിയോ? നമ്മൾ നേരത്തെ കണ്ടു. എന്താണ്? ജെയിൻ വീൽ അവിടെ കൗണ്ടറിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലേ 20 റുപ്പീസ് ആണ് എന്നുള്ളത്. അനുവിന്റെ കയ്യിൽ എത്രയേ ഉള്ളൂ? 17 റുപ്പീസേ ഉള്ളൂ അല്ലേ. ഹൗ മച്ച് മോർ ഡസ് ഷീ നീഡ്? ഇനി എത്ര രൂപയും കൂടിയും വേണം അവർക്ക് ജെയിൻ വീൽ കയറാനായിട്ട്? 17 റുപ്പീസ് ആണ് ഉള്ളത്. 20 റുപ്പീസ് വേണം എന്നുണ്ടെങ്കിൽ എത്ര വേണം? 20 - 17 ചെയ്താൽ മതി അല്ലേ. 17 നിന്ന് 20ലേക്ക് എണ്ണുക അല്ലേ. കൗണ്ട് ചെയ്യുക. അപ്പം എത്രയാണ് വരിക? 18, 19, 20. 3 റുപ്പീസ് അല്ലേ ഇനി വേണ്ടത്. അപ്പം 3 റുപ്പീസ് എന്ന ബോക്സിൽ എഴുതുക കേട്ടോ. ഇനി എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ജിത്തു പെയ്ഡ് ദ ബാലൻസ്. അപ്പോൾ ഈ ബാലൻസ് എമൗണ്ട് ആര് കൊടുത്തു? ജിത്തു കൊടുത്തു അല്ലേ. ജിത്തു പെയ്ഡ് ഇൻ കോയിൻസ് ആയിട്ടാണ് കൊടുത്തത്. വാട്ട് ഓൾ കോയിൻസ് ഡിഡ് ജിത്തു ഗിവ്? ഹൗ മെനി ഓഫ് ഈച്ച്? ക്യാൻ യു ഫൈൻഡ് ഇറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെ കോയിൻസ് ആവും ജിത്തു കൊടുത്തിട്ടുണ്ടായിരിക്കുക? അത് എത്രണ്ണം വീതം വെച്ചിട്ട് നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 റുപ്പീസ് അല്ലേ ബാലൻസ് ജിത്തു കൊടുത്തത്. അതെങ്ങനെയൊക്കെ കൊടുക്കാം? ഒന്നില്ലെങ്കിൽ 3 1 റുപ്പി കോയിനായിട്ട് കൊടുക്കാം അല്ലേ. അല്ലെങ്കിൽ ഒരു
2 റുപ്പി കോയിനും ഒരു 1 റുപ്പി കോയിനും ആയിട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്യാലോ? അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ടിക്കറ്റ് കൗണ്ടർ ആ ജെയിൻ വീലിൽ കയറാനായിട്ട് ടിക്കറ്റ് എടുക്കുകയാണല്ലേ. ജിത്തു ഉണ്ട് അവിടെ, കണ്ടോ? അവിടെ നോക്കൂ, വേറെ 2 കുട്ടികളും ഉണ്ട്. അവരെന്താ പറയണത് നോക്കൂ. ഈ 2 ആൾക്കു ടിക്കറ്റ് വാണു, എത്ര പൈസ ആയിക്കൂ എന്ന് ചോദിക്കണു അല്ലേ. എണ്ണ കയ്യിൽ 20 റുപ്പിയേ ഉള്ളൂ എന്നും പറയണ്ട. അവർക്ക് മലയാളം അധികം അറിയില്ല, കണ്ടോ? മലയാളം എങ്ങനെയൊക്കെയോ പറയുകയാണ്. അപ്പം നോക്കൂ, ആ കൗണ്ടറിൽ ഇരിക്കുന്ന ആള് ചോദിക്കുന്ന വാട്ട് എന്താണ് എന്ന് ചോദിക്കുകയാണ് അല്ലേ. അവർക്ക് മനസ്സിലായില്ലേ എന്താണ്. ജിത്തു സഹായിക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ് എന്താന്ന്. ദേ വാണ്ട് ടിക്കറ്റ്സ് ഫോർ 2. ഹീ ഈസ് ആസ്കിങ് ഹൗ മച്ച്. അവർക്ക് 2 ടിക്കറ്റ്സ് വേണം, എത്രയാവും എന്ന് ചോദിക്കുകയാണ് അവർ എന്ന് പറഞ്ഞു അല്ലേ. ഷീ ഹാസ് ഓൺലി 20 റുപ്പീസ് വിത്ത് ഹെർ. അവളുടെ കയ്യിൽ ആകെ 20 രൂപയേ ഉള്ളൂ എന്നും പറഞ്ഞു കൊടുത്തു മറ്റേ കുട്ടി. നെക്സ്റ്റ് ലെറ്റ് us കാൽക്കുലേറ്റ് ദ പ്രൈസ്. കണ്ടോ, ഒരു ഷോപ്പാണ്, അവിടെ പ്രൈസ് ലിസ്റ്റ് തന്നിട്ടുണ്ട്, ഐറ്റംസ് ഏതൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്, അതിൻ്റെയൊക്കെ പ്രൈസും തന്നിട്ടുണ്ട് കേട്ടോ. ക്രയോണ് 5 റുപ്പീസ് ആണ്, വാട്ടർ കളറിന് 10 റുപ്പീസ്, ഇറേസറിന് 2 റുപ്പീസ്. ആദിത്യ ബോട്ട് ക്രയോൺ, വാട്ടർ കളർ ആൻഡ് ഇറേസർ. ആദിത്യ ക്രയോണും വാട്ടർ കളറും ഇറേസറും വാങ്ങി. ടോട്ടൽ പ്രൈസ് ഓഫ് ദീസ് 3. ഈ 3ത്തിന്റെയും ടോട്ടൽ പ്രൈസ് എത്രയാണ്? എങ്ങനെയാ കാണുക നമ്മള്? ക്രയോണിന്റെ പ്രൈസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. 5 റുപ്പീസ് ആണ്, വാട്ടർ കളറിന് 10 റുപ്പീസ്, ദെൻ ഇറേസറിന് 2 റുപ്പീസ്. 5 + 10 + 2 ചെയ്താൽ പോരെ? അപ്പൊ എത്രയാ വരിക? 5 + 10 15, 15 + 2 17. ബോക്സിൽ 17 എന്ന് എഴുതുക കേട്ടോ. വിച്ച് നോട്ട്സ് ആൻഡ് കോയിൻസ് ഡിഡ് ആദിത്യ ഗിവ്? ആദിത്യ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെ നോട്ട്സും കോയിൻസും ആവും കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ 17 റുപ്പീസ് അല്ലേ. എങ്ങനെയൊക്കെ കൊടുക്കാം? ഒന്നുമില്ലെങ്കിൽ 1 10 റുപ്പി നോട്ട് കൊടുക്കാം, ഒരു 5 റുപ്പി നോട്ട് കൊടുക്കാം, ദെൻ 2 റുപ്പി കോയിൻ കൊടുക്കാം. അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കാം? 5ന്റെ 3 നോട്ട്സ് കൊടുക്കാം. 5ന്റെ 3 നോട്ട്സ് എന്ന് പറഞ്ഞാൽ എത്രയായി? 5 റുപ്പിയുടെ 3 നോട്ട്സ് കൊടുക്കാം. അപ്പൊ എത്രയായി? 15 ആയി. ദെൻ 2 റുപ്പിയുടെ ഒരു കോയിൻ കൊടുക്കാം. മനു ബോട്ട് ക്രയോൺ ആൻഡ് ഇറേസർ. ഹൗ മച്ച് ഷുഡ് ഹി പേ? മനു ക്രയോണും ഇറേസറും വാങ്ങി, എത്രയായിരിക്കും അവൻ പേ ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നാ ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? ക്രയോണിന്റെ പ്രൈസ് 5 റുപ്പീസ് ആണ്, ഇറേസറിന്റെ പ്രൈസ് 2 റുപ്പീസ് ആണ്. അപ്പൊ ടോട്ടൽ പ്രൈസ് എത്രയാ? 5 + 2 അല്ലേ. 7 അല്ലേ അപ്പൊ അവൻ പേ ചെയ്തിട്ടുണ്ടായിരിക്കുക? 7 റുപ്പീസ് ആണല്ലേ. അവിടെ ബോക്സിൽ എഴുതുക കേട്ടോ. വിച്ച് നോട്ട്സ് ആൻഡ് കോയിൻസ് ഡിഡ് ഹി ഗിവ്? ഏതൊക്കെ നോട്ട്സും കോയിൻസും ആണ് അവൻ കൊടുത്തിരിക്കുക എന്നാ ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ ആയിരിക്കാം? ഒരു 5 റുപ്പി നോട്ട് കൊടുക്കാം, ദെൻ 2 റുപ്പിയുടെ ഒരു കോയിൻ കൊടുക്കാം അല്ലേ. നെക്സ്റ്റ് നോട്ട്സ് ടു കോയിൻസ്. അനു, ജിത്തു, ഐഷ, മുരുകൻ ആൻഡ് തോമസ് ചേഞ്ച് ദെയർ നോട്ട്സ് ടു കോയിൻസ്. ഹു ഓൾ took coins for the same amount as notes? Let's write their names. എന്നാൽ അനു, ജിത്തുവും ഐഷയും മുരുകനും തോമസും ഒക്കെ അവരുടെ നോട്ട്സ് കോയിൻസ് ആക്കി മാറ്റി അല്ലേ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ആരൊക്കെയാണ് ശരിയായ രീതിയിൽ നോട്ടുകൾക്ക് തുല്യമായ നാണയങ്ങൾ എടുത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അവരൊക്കെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. അനു ചേഞ്ച് ചെയ്തത് 10 റുപ്പി നോട്ടാണ് കോയിൻസ് ആക്കി മാറ്റിയിരിക്കുന്നത് അല്ലേ. അനു എടുത്തത് എത്ര തന്നെയാ നോക്കൂ. 5 റുപ്പി കോയിനും 2 റുപ്പി കോയിനും 2 റുപ്പി കോയിനും 1 റുപ്പി കോയിനും. ടോട്ടൽ ചെയ്ത് നോക്കൂ. 5 + 2 7, 7 + 2 9, 9 + 1 10. അനു കറക്റ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പൊ അവിടെ അനുവിന്റെ പേര് എഴുതുക കേട്ടോ. ദെൻ അടുത്ത് നോക്കൂ, ആയിഷയാണ്. ആയിഷ 20 റുപ്പി നോട്ടാണ് കോയിൻസ് ആക്കിയിട്ട് മാറ്റിയിരിക്കുന്നത്. എടുത്തിരിക്കുന്ന കോയിൻസ് നോക്കൂ. 5, 10. അപ്പൊ എത്രയായി? 10ഉം 5ഉം 15 അല്ലേ. 15ഉം പിന്നെ ഒരു 2ഉം. 15ഉം 2ഉം എത്രയാ? 17. 17ഉം 2ഉം 19. 19ഉം 1ഉം എത്രയാ? 20 അല്ലേ. അപ്പൊ ആയിഷയും കറക്റ്റ് ആയിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. അപ്പൊ ആയിഷയുടെ പേര് അവിടെ എഴുതുക കേട്ടോ. ജിത്തു ആണ്. 5 റുപ്പി നോട്ടാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. എത്ര കോയിൻസ് എടുത്തിരിക്കുന്നത് നോക്കൂ. 2 റുപ്പിയുടെ 2 കോയിൻസും 1 റുപ്പിയുടെ 2 കോയിൻസും. 2 റുപ്പിയുടെ 2 കോയിൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ? 4 അല്ലേ. 1 റുപ്പിയുടെ 2 കോയിൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ? 2 അല്ലേ. അപ്പൊ എടുത്തിരിക്കുന്ന എമൗണ്ട് എത്രയാ? 4 + 2 6 ആണ് അല്ലേ. തെറ്റിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ജിത്തു കറക്റ്റ് ആയിട്ടല്ല എടുത്തിരിക്കുന്നത്. അടുത്തത് മുരുകൻ നോക്കൂ. നോട്ട് ചേഞ്ച് ചെയ്തിരിക്കുന്നത് 10 റുപ്പിയുടെ ആണ് അല്ലേ. എത്ര കോയിൻസ് ആണ് എടുത്തിരിക്കുന്നത് നോക്കൂ. 2 റുപ്പിയുടെ 4 കോയിൻസും 1 റുപ്പിയുടെ 3 കോയിൻസും ആണ്. അപ്പൊ 2 റുപ്പിയുടെ 4 കോയിൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. 2 + 2 + 2 + 2 എത്രയാ വരിക? 8 വരൂ അല്ലേ. ദെൻ 1 റുപ്പിയുടെ 3 കോയിൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ? 3 റുപ്പീസ് അല്ലേ വരിക. അപ്പൊ 8 + 3 എത്രയാ? 11 ആവും അല്ലേ. അപ്പൊ തെറ്റല്ലേ. മുരുകൻ എടുത്തിരിക്കുന്ന കറക്റ്റ് ആയിട്ടുള്ളതല്ല. പിന്നെ അടുത്ത് നോക്കുക, തോമസ് ആണ്. തോമസ് 20 റുപ്പിയുടെ നോട്ടാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ് എടുത്തിരിക്കുന്നത് നോക്കൂ. 5 റുപ്പിയുടെ 2 കോയിൻസ് ഉണ്ട്. അപ്പൊ 5 + 5 10 അല്ലേ. പിന്നെ ഒരു 2. അപ്പൊ എത്രയായി? 10 + 2 12. 12ന്റെ കൂടെ പിന്നെ ഒരു 2 റുപ്പി കോയിന്. അപ്പൊ എത്രയായി? 14.
ദെൻ 14ൻ്റെ കൂടെ 1 റുപ്പി കോയിന്, അപ്പോൾ എത്രയായി 15. ദെൻ 2 റുപ്പി കോയിന് 17. ദെൻ 1 റുപ്പി കോയിൻ, അപ്പോൾ എത്രയാ 18 ആണ് അല്ലേ. അപ്പോൾ കറക്റ്റായിട്ടാണോ എടുത്തിരിക്കുന്നത്? അല്ല. അപ്പോൾ തോമസിൻ്റെയും കറക്റ്റ് അല്ല കേട്ടോ. അപ്പോൾ ആരുടെയൊക്കെയാണ് നെയിംസ് എഴുതേണ്ടത്? അനു, ആയിഷ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.